ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ലോഗ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ടൊയോട്ട ഗ്ലാൻസയെ പറ്റിയാണ്. ടൊയോട്ട ഗ്ലാൻസ ഒരാൾക്ക് ഒരു ബേസ് മോഡൽ മാനുവൽ വാഹനം എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അയാൾക്ക് ഒരു 7.7 ലക്ഷം, ഒരു 7,70,000 രൂപ, ഒരു ബാക്ക് ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 8 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇറക്കാൻ കഴിയുന്ന ഒരു മാനുവൽ വാഹനം ഗ്ലാൻസ. അതുപോലെ ഓട്ടോമാറ്റിക്കലി പോവുകയാണെങ്കിൽ കുറച്ച് കൂടും, ഒരു 9.4 ലക്ഷം രൂപ വരും. ഇത് ബെലിനോയുടെ സെയിം പ്ലാറ്റ്ഫോം, സെയിം വാഹനം തന്നെയാണ്. ഇതിനകത്ത് ഒരു വ്യത്യാസം എന്നുള്ളത് ആ ഒരു ടൊയോട്ടയുടെ ലോഗോ തന്നെയാണ്. അതുപോലെ ഫ്രണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ രണ്ട് വാഹനങ്ങളുടെയും ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഈ ഗ്ലാൻസയുടെ ഫ്രണ്ടാണ്. അത് ഓരോ ആൾക്കാർക്കും ഒരു ഡിഫറെന്റ് ആയിട്ട് ഒപ്പീനിയൻ വരാം. പക്ഷെ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഗ്ലാൻസയുടെ ഫ്രണ്ടാണ് കുറച്ചുകൂടെ ഇഷ്ടമുള്ളത്. അപ്പം ബെലിനയുടെ നമ്മളൊരു ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഒരു 7,10,000 രൂപ, അതായത് 7,50,000 രൂപയുടെ നമുക്ക് ബാക്ക് ക്യാമറ ഒക്കെ വെച്ചിട്ട് കമ്പനിയിൽ നിന്ന് ഇറക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 50,000 രൂപയാണ് മാനുവൽ വാഹനം ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഗ്ലാൻസിക്ക് കൂടുതലുള്ളത്. ഇനി അത് ഓട്ടോമാറ്റിക്കലി പോവുകയാണെങ്കിൽ നമുക്ക് ഗ്ലാൻസിലേക്ക് വരുമ്പോൾ ഒരു 9,40,000 രൂപ, അതിന് ഒരു ബാക്ക് ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത് ഇറക്കണമെങ്കിൽ ഒരു 9,60,000 രൂപ വെക്കാം. പക്ഷെ ബെലീനോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് AMD എടുക്കുകയാണെങ്കിൽ ബെലീനോ ആയിരിക്കും നല്ലത്. കാരണം 8,40,000 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ബെലീനോ ഏകദേശം നമുക്ക് കമ്പനിയിൽ നിന്ന് ഇറക്കാം. അതിനകത്ത് ഒരു 20 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്ത് നമുക്ക് ബാക്ക് ക്യാമറ ഒക്കെ വെച്ചിട്ട് ഒരു 8,60,000 രൂപ, 1 ലക്ഷത്തിനുള്ള വ്യത്യാസം നമ്മൾ AMDയിൽ വരുന്നുണ്ട്. പക്ഷെ മാനുവൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്ലാൻസയിലേക്ക് പോകുമായിരിക്കും നല്ലത്. ഇന്നത്തെ വീഡിയോ ഗ്ലാൻസയെ കുറിച്ചാണ്. ബെലീനെ ഓഫ് കോഴ്സ് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ കാണാം. കാരണം രണ്ടും ഏകദേശം തുല്യം തന്നെയാണ്. ഈ രണ്ട് വാഹനങ്ങളുടെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3,990 മില്ലിമീറ്റർ ലെങ്ത് ആണ്. വിഡ്ത്ത് 1,745 മില്ലിമീറ്റർ വിഡ്ത്ത് ആണ്. ഹൈറ്റ് ഏകദേശം 1,550 മില്ലിമീറ്റർ ഹൈറ്റ് ആണ്. അതുപോലെ വീൽ ബേസ് വരുന്നത് 2,520 mm വീൽ ബേസ് ആണ്. അതായത് എക്സാക്ട് ബെലിനോ സെയിം ആണ് ഗ്ലാൻസ, എക്സെപ്റ്റ് ആ ഒരു പ്രീമിയം ഫീല് കുറച്ചും കൂടെ കിട്ടുന്നത് ഗ്ലാൻസയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ടൊയോട്ടയുടെ ആ ഒരു സർവീസ്, നമുക്ക് മാരുതി സർവീസ് മോശമല്ല, രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്നതാണ്. കുറച്ചും കൂടെ ഒരു പ്രീമിയം സർവീസ് വേണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഗ്ലാൻസ് എടുക്കാം. ഓഫ് കോഴ്സ് കൂടുതൽ വിൽക്കപ്പെടുന്നത് ബെലീനോ തന്നെയാണ്. സെയിം സാധനം തന്നെയാണ്, ഡിഫറെന്റ് ആയിട്ട് ലോഗോ പതിപ്പിച്ച് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗ്ലാൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ 89 bhp പവർ വരുന്ന വാഹനമാണ്. നമുക്ക് സ്വിഫ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80, ആ ഒരു 9 bhp പവറിന്റെ വ്യത്യാസമുണ്ട്. അതൊരു 4 സിലിണ്ടർ വാഹനമാണ്. സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 3 സിലിണ്ടർ ആണ്. അതുപോലെ 1200 cc എഞ്ചിനുള്ള വാഹനമാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 37 ലിറ്റർ ആണ്. അതുപോലെ 6 എയർ ബാഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഇതെല്ലാം ബേസ് മോഡലിൽ തന്നെ കിട്ടും. 4 ഡോർ പവർ വിൻഡോ എല്ലാം തന്നെ ബേസ് മോഡലിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഗ്ലാൻസ എന്നുള്ളത്. ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. ഇതിന്റെ സെയിം സെഗ്മെന്റിൽ വരുന്ന ടാറ്റയുടെ വാഹനമാണ് അൾട്രോസ്. അതിൽ i20 നമ്മുടെ ഹ്യുണ്ടായിൽ വരുന്നു. അപ്പൊ ഈ ഒരു 4 വാഹനം മാത്രമാണ് ഇപ്പോൾ പ്രീമിയം ഹാച്ച് ബാക്ക് ആയിട്ട് ഇന്ത്യയിൽ സാധാരണക്കാരന് മേടിക്കാൻ കഴിയുന്ന വാഹനം. ഒരു 8 ലക്ഷം രൂപ ഉണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസ് മോഡൽ വിത്ത് ബാക്ക് ക്യാമറ കമ്പനിയിൽ നിന്ന് ഇറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. AMDയിലേക്ക് പോവുകയാണെങ്കിൽ ബെലീന എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഇതിന്റെ മൈലേജ് നമ്മൾ കമ്പനി പറയുന്നത് 22.2 കിലോമീറ്റർ ഒക്കെയാണ് മാനുവൽ വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ്. ഇതൊരു റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഒരു സിറ്റിയിൽ ഒരു 10 തൊട്ട് 14 വരെയും, ഒരു ലോങ് റൂട്ട് നോക്കുകയാണെങ്കിൽ ഒരു 14 തൊട്ട് 18, 20 വരെയൊക്കെ കിട്ടാം. നമ്മൾ ഹൈവേയിലേക്ക് സ്ഥിരം ക്രൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 18 തൊട്ട് 22 വരെയൊക്കെ മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടാവുന്നതാണ്. അത് കമ്പയർ ടു അതർ മാനുഫാക്ചർ നോക്കുകയാണെങ്കിൽ മൈലേജ് എന്തുകൊണ്ടും കൂടുതൽ ഗ്ലാൻസ് അല്ലെങ്കിൽ ബെലീനോ തന്നെയാണ് മൈലേജ്. അതുപോലെ ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് ഗ്ലാൻസ. അതുപോലെ തന്നെ ഒരു ഓവറോൾ ഓൾറൗണ്ടർ, നമ്മൾ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വാഹനം നോക്കുകയാണെങ്കിൽ ഗ്ലാൻസ് തന്നെയാണ്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈസർ നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഫ്രോങ്സ് നോക്കാവുന്നതാണ്. ഒരു നല്ല രീതിയിലുള്ള സ്പേസ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഗ്ലാൻസ അല്ലെങ്കിൽ ബെലീനോ. തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒരു ഓൾ അറൗണ്ട് വീഡിയോ ആയിരുന്നു ഗ്ലാൻസയെ പറ്റിയുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.